ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു KL14 നാത്തൂൻസ്. അപ്പൊ ഇന്നത്തേത് ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടിയ ഒരു വ്ളോഗാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇത്തുവിന്റെ സ്കൂളിലെ ആനുവൽ ഡേ സെലിബ്രേഷൻ ആണ്. ആക്ച്വലി ഞാനിത് കുറേ കാലം മുമ്പേ എടുത്തു വെച്ചൊരു ഫുട്ടേജ് ആണ്. പിന്നെ ഭയങ്കര ചെറുതും വേറെ കുറെ ഭയങ്കര ഹാപ്പനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടണോ വേണ്ടോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പൊ അമ്മമ്മമാര് രണ്ടുപേരും ഫ്രണ്ടിൽ തന്നെ ഇരുന്നിട്ടുണ്ട് മോളുടെ പെർഫോമൻസ് കാണാൻ. അമ്മാച്ചനും അച്ചാച്ചനും അച്ഛനൊക്കെ ബാക്കിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് മോള് സ്കൂളിലെ പ്രിൻസിപ്പളാണ്, മറ്റത് പ്രിൻസിപ്പളിന്റെ ഹസ്ബൻഡാണ്. ഇവരൊക്കെ ഭയങ്കര നല്ല ആൾക്കാരായിരുന്നു കേട്ടോ. ഭയങ്കര കുട്ടികളോട് ഭയങ്കര ലവിങ്ങും കെയറിങ്ങും പേരൻസിനോട് ഭയങ്കര കോപ്പറേറ്റീവും. ഞാൻ ഭയങ്കര ഒരു കൺഫ്യൂഷനിലാണ് മോളെ ഒരു 2.5 വയസ്സാകുമ്പോൾ ഞാൻ സ്കൂളിൽ കൊണ്ട് ചേർത്തത്, എന്തായിരിക്കും എന്നൊന്നും അറിയാണ്ട്. പക്ഷെ ഇത്തുവിന്റെ ലൈഫിലെ ഒരു മേജർ ചാപ്റ്റർ തന്നെ, ഒരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് ടൈം കിഡ്സിൽ ഇപ്പോൾ കഴിഞ്ഞു പോയതെന്ന് തന്നെ ഞാൻ പറയാം. കാരണം മോളെ ഡെവലപ്മെന്റ്, ബോത്ത് അക്കാഡമിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് എല്ലാ രീതിയിലെ ഡെവലപ്മെന്റിനും ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിരുന്നു ടൈം കിഡ്സിൽ നമ്മൾ ചേർത്ത 2 വർഷം. എനിക്ക് അവിടുത്തെ ടീച്ചേഴ്സിനെയും അവിടുത്തെ ആൻറ്റിമാരെയും എല്ലാവരെയും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആർക്കെങ്കിലും ഈ ഭാഗത്തുള്ളവർക്ക് ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ചേർത്തോളൂ. ഞാൻ ഒരു 100% അപ്രൂവൽ പറയുന്നു. പിന്നെ കുട്ടികളുടെ കുറെ നല്ല അടിപൊളി ഭയങ്കര കാണാൻ ക്യൂട്ട് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓരോ ഡാൻസ് കഴിയുമ്പോഴും ഞങ്ങളിങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു ഇത്തുവിൻ്റെ എപ്പോഴാന്ന് അറിയാൻ. ആക്ച്വലി ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് ഹസ്ബൻഡിന്റെ വീട്ടിൽ ഫുൾ പെൺകുട്ടികളാണ്. അപ്പൊ എല്ലാവർക്കും ആൺകുട്ടി വേണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എന്റെ മനസ്സിൽ ഇത്തുവിനെ പ്രഗ്നന്റ് ആയി ഒരു 4th മന്ത് തൊട്ട് എനിക്കിത് 100% ഒരു ഗേൾ ചൈൽഡാന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ ഇങ്ങനെ കണക്ക് കൂട്ടി വെച്ചതാണ് ഇത്തുവിന്റെ ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ്. പിന്നെന്താ, അങ്ങനെ എനിക്കൊരു പെൺകുട്ടി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഇങ്ങനെ ഒരുക്കി ഇറക്കാൻ. പിന്നെ നമ്മളെപ്പോഴും പറയില്ല, അമ്മയുടെ ഒരു ഡ്യൂപ്പായിരിക്കും എപ്പോഴും മോള്. അങ്ങനെ ശരിക്കും അങ്ങനെയാണ്. എൻ്റെ ഒരു റെപ്ലിക്ക തന്നെയാണ് ഇത്തു. എൻ്റെ എല്ലാ ഹാബിറ്റ്സും ഉണ്ട്. പിന്നെ കുറേ എന്നെ പോലെയാന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട്, കുറേ ആൾ ബൈത്താടിനെ പോലെയാന്ന് പറയാറുണ്ട്. അപ്പിയറൻസിലല്ല, പക്ഷെ എനിക്ക് എപ്പോഴും ഒരു പെൺകുട്ടിയോടായിരുന്നു കുറച്ചും കൂടെ ഒരു തട്ട് മുകളിൽ. ആൺകുട്ടിയായാലും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ബട്ട് ഇതായിരുന്നു എൻ്റെ മോളുടെ പെർഫോമൻസ്. ഞാനിത് വീഡിയോ എടുക്കുമ്പോൾ മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ബിക്കോസ് എനിക്കത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. നമ്മുടെ മോള് ആദ്യമായിട്ട് ഇങ്ങനെ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണലായി. ഞാനും അമ്മമാര് രണ്ടുപേരും ഭയങ്കര ഒരു ഇമോഷണലായി. മോള് നന്നായി പെർഫോം ചെയ്തു. വന്ന് അടുക്കിരിക്കുന്ന കേട്ടോ ഇത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈകുന്നേരം ഒരു കുഞ്ഞുവാവിനെ കാണാൻ പോകാനുണ്ടായിരുന്നു. ബൈത്തേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് റഫിയുടെ ബേബിനെ കാണാൻ പോകാനാണ് നമ്മൾ ഇറങ്ങിയത്. കണ്ണൂരാണ്. അപ്പം നമ്മൾ ബേബിക്കും അമ്ര എന്ന് വെച്ചാൽ ബൈത്തേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ്. കുറേ ഗിഫ്റ്റ്സ് ഒക്കെ വാങ്ങി പോയി. ഇതിൻ്റെ അടുത്ത് എവിടെയോ ആണ് പിന്നെ ആസിഫ് അലിയുടെ വൈഫ് ഹൗസ്. അതെപ്പോഴും ആസിഫ് അലി അല്ല, അമ്ര എപ്പോഴും പറയും ഇവിടെ എവിടെയാന്ന് എനിക്കറിയില്ല. ആസിഫ് അലി അഥവാ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ, ഇവിടെയാണ് എൻ്റെ വീട് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇതും പണ്ട് ആ നോമ്പിന്റെ സമയത്ത് എടുത്തു വെച്ച വീഡിയോ ആണ്. അമ്രന്റെ വീട്ടിലെ ഉമ്മക്കും അവിടെ എല്ലാവർക്കും നമ്മളെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്, ഫോളോ ചെയ്യാറുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ അത് കേട്ടാൽ ഒരുപാട് സന്തോഷം. ഉമ്മ ഭയങ്കര കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് കുറേ പലഹാരങ്ങൾ, ഇത് നോമ്പ് എന്ന് പറയുന്ന പലഹാരങ്ങളാട്ടാ, നമുക്കിത് കഴിച്ച് തീർക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറേ പലഹാരങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഉമ്മ ഫുഡും കൊണ്ടുവന്നു. ഫുഡ് ഇതുപോലെ ബിരിയാണി, ചിക്കൻ ഫ്രൈ, മറ്റത് പൊരിച്ചതെന്നെല്ലാം പറഞ്ഞു. പിന്നെ എന്തോ കണ്ണൂർ സ്പെഷ്യൽ അപ്പാണ്. അങ്ങനെ കുറെ നല്ല അടിപൊളി വിഭവങ്ങൾ ഉണ്ടായിന്. അപ്പൊ ഇത് ഉമ്മാനെ നമ്മളിതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ആക്ച്വലി പറഞ്ഞാല് നല്ല അടിപൊളിയായിരുന്നു. ഉമ്മാന്റെ ഫുഡ് കൈപ്പുണ്യെല്ലാം എടുത്ത് പറയേണ്ടതാ. ഞാനൊരു വ്ളോഗിൽ എന്തായാലും ഇവരൊക്കെ കൊണ്ടുവരുന്നു. അടുത്ത് തന്നെ ബേബിനെ ഒന്നും കൂടെ കാണാൻ പോകണം. ഇതാണ് റഫി ഭയങ്കര ഒരു ഫണ്ണി പേഴ്സൺ ആണ്. എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ബൈത്തേട്ടൻ ഫ്രണ്ട്സിൽ ഭയങ്കര കംഫർട്ടബിൾ ഞാൻ ഇവരുടെ കൂടെ, റഫീയുടെ അമ്രയുടെ കൂടെ. ബാക്കിയുള്ള കൂടെ ഒരു പ്രാവശ്യം ഞാനേ പോയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ബട്ട് ഇവരെ കമ്പനി ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നത്, ഇവരെ രണ്ടുപേരുടെയും. അമ്മ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ഇവരെ ഹെൽപ്പിന്. ആ ചേച്ചിയും ഭയങ്കര സ്നേഹമുള്ള ഒരു ചേച്ചിയായിട്ട്. അപ്പൊ ഇതൊരു കുഞ്ഞു വ്ളോഗാണ്. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ അടുത്ത് തന്നെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അതുവരെ എല്ലാരും വെയിറ്റ് ചെയ്യാം. ഈ വ്ളോഗ് എന്താ അറിയോ, ഈ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടാവണം എന്ന് എൻ്റെ ഒരു ആഗ്രഹം. അതാണ് ഞാൻ ഇത്ര കുഞ്ഞു വീഡിയോ ആയിട്ടും ഇതിലിടുന്നത്. അപ്പം എല്ലാരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണണേ. അപ്പൊ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഇപ്പൊ അടുത്ത് തന്നെ ഒരു 2 ദിവസത്തിൽ വരുന്നതായിരിക്കും. ലോങ് വീഡിയോ ആണ്, നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. നമ്മളിങ്ങനെ പോകുമ്പോൾ കുറെ ആൾ ഞാൻ പറയുന്നത് കേട്ടോ, അത് കേൾക്കാനൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ഹെൽത്തി ആയിരിക്കാം. ബൈ.